മാസമായിട്ട് ഞാൻ എപ്പോൾ എണീക്കുമ്പോഴും കാണുന്നൊരു സംഭവം കേട്ടോ. ഈ ബാലും നിത്തും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാണാൻ. അത് കാണുമ്പോൾ ഒരു പ്രത്യേക സുഖം കേട്ടോ. അതൊക്കെ കണ്ട് ഞാൻ താഴത്തേക്ക് വരുമ്പോൾ ഒരാൾ നടന്നു പോകുന്നു കേട്ടോ. ആളെ ബർത്ത്ഡേ ആയിരുന്നു, നീനുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവൻ കേക്ക് വാങ്ങാൻ പോയതായിരുന്നു. പക്ഷേ കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് മോനോട് വരാൻ പറഞ്ഞു. പിന്നെ അവൻ ചോക്ലേറ്റ് കൊണ്ടുവന്ന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കായിരുന്നു. നല്ല പൊറാട്ടയും നല്ല ബീഫ് റോസ്റ്റും പുട്ടും പത്തലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ബാലു പോവുകയാണ്, ഗൾഫിലേക്ക് തിരിച്ചു പോകട്ടോ. അപ്പോൾ ബാലുവിന് ഇഷ്ടപ്പെട്ട എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞാൻ പുറത്തൊന്ന് പോയി നോക്കുമ്പോണ്ട് ബാലു ലച്ചുവിനെ കുളിപ്പിച്ച് നിൽക്കുന്നുണ്ടോ. ഈ ബാലുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാലു പോകുന്ന ദിവസം അവിടുത്തെ വണ്ടികളും പിന്നെ ലച്ചുവിനെയും ഒക്കെ കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കിയിട്ടേ പോകുള്ളൂ കേട്ടോ. അത് ബാലുവിൻ്റെ പണ്ടേ ഉള്ളൊരു ശീലമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ വന്ന സമയത്തൊക്കെ ഞാൻ കാണുന്നുണ്ട്, അതിന് മുന്നേ ഇങ്ങനെ തന്നെയാണോ അല്ലേ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയും ലഞ്ച് കഴിക്കായിരുന്നു. നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ചെറുതായിട്ടൊരു നിത്തുവിൻ്റെ പല്ലടച്ചടങ്ങും കൂടി ഞങ്ങൾ കഴിച്ച് കുറച്ചായി ഇങ്ങനെ വിചാരിക്കുന്നു. പക്ഷേ ടൈം കിട്ടിയില്ല. പിന്നെ ടൈം അങ്ങോട്ട് ഉണ്ടാക്കി ഞങ്ങൾ അങ്ങോട്ട് നടത്തി കേട്ടോ. അത് കഴിഞ്ഞ് ബാലുവിനൊന്ന് ഷേവ് മുടിയൊക്കെ സെറ്റാക്കാണ്ടായിരുന്നു. ബാലുവിന് ക്ലീൻ ഷേവ് ചെയ്തിട്ട് വേണം പോകാൻ. ആദ്യം ചെയ്ത് വരുമ്പോൾ നിത്തു ഒന്ന് അന്തർപ്പായത് ഇങ്ങനെ നിന്നെങ്കിലും പിന്നെ റെഡി ആയിട്ടോ. പിന്നെ ഞങ്ങളൊരു 12:30-1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ബാലുവിനെ ഇതാ കൊണ്ടാക്കാൻ പോവുകയാണ്. 5:30-ആയിരുന്നു ഫ്ലൈറ്റ് ഇട്ടു. പിന്നെ അങ്ങോട്ട് പറയണ്ടല്ലോ, ഈ ടാറ്റ പറച്ചിലും യാത്ര പറച്ചിലും ഒക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടം. ലാസ്റ്റ് ആ ടാറ്റ പറഞ്ഞ് പോകുന്നത്.